girls. So next we can see what are the basic principles of auditing. അപ്പോൾ ഏതൊരു ഇതിൻ്റെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ബൈ ദി ഓഡിറ്റർ വൈൽ കണ്ടക്ടിങ് ദി ഓഡിറ്റ്. Okay, അപ്പോൾ these principles govern auditors' work and responsibilities. So ICAI has laid down certain fundamental principles which govern auditing. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ സ്ലൈഡ് ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇൻഡിപെൻഡൻസ് ഓഫ് ദ ഓഡിറ്റർ ഇസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ഓഡിറ്റിംഗ്. അതായത് ഓഡിറ്റർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അയാൾ എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം. അതായത് ഒരു വ്യക്തി സ്വാധീനിച്ചിട്ടാവരുത്. അതായത് ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യൂ എന്ന് പറയുമ്പോൾ ആ രീതിയിലാവരുത് അയാൾ ചെയ്യുന്നത്. അതായത് ഓഡിറ്റർ ഷുഡ് ബി എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി എന്നാണ് പറയുന്നത്. He should be sincere in his work and do the work without showing any fear or favor to any person. Okay. Then second one, അതപ്പോൾ ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഷുഡ് ബി അൺബയാസ്ഡ് ഓർ ഇംപാർഷ്യൽ. ദാറ്റ് ഈസ് ഹി മസ്റ്റ് ബി ഒബ്ജക്റ്റീവ് ഇൻ മേക്കിംഗ് എൻ ഒപ്പീനിയൻ അബൌട്ട് ദി അക്കൗണ്ട്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ട്സ് ഏത് കാര്യങ്ങൾ ഇതാക്കുകയാണെങ്കിലും വളരെ ഒബ്ജക്റ്റീവായിരിക്കണം. ഒരാൾ എന്താവരുത്, ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിലാവരുത്. അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ചെയ്യുന്ന ആളാവരുത്. ഹി ഷുഡ് ബി അൺബയാസ്ഡ് ആൻഡ് ഇംപാർഷ്യൽ. അതായത് ഹിസ് വർക്ക് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി പേഴ്സൺ ഇൻക്ലൂഡിങ് ദ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഇവിടെ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ കണ്ട് ഒരുമിച്ച് എഴുതിയത്. ഓഡിറ്റേഴ്സ് ഷുഡ് ബി seen to be objective in all their dealings with their clients. അതായത് they express opinions independent of the entity and its directors എന്നാണ് പറയുന്നത്. ഓക്കെ, then second one is disclosure. Disclosure എന്ന് പറഞ്ഞാൽ the basic principle of disclosure implies that auditor must disclose fully his findings. ഇപ്പോൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ തെറ്റാണെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ആളായിരിക്കണം. ഹി ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ഹിസ് ഫൈൻഡിങ്സ്. അതായത് ദേ ഷുഡ് നോട്ട് ബി എനി കൺസീൽമെൻറ്റ് ഓഫ് എനി മെറ്റീരിയൽ ഫാക്ട്. അതായത് കമ്പനീൻ്റെ ഇമേജ് പോവല്ലോ വിചാരിച്ചിട്ട് എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂടി വെക്കുന്ന രീതിയിലൊന്നും ആവരുത് എന്ന്. The auditor can demand all documents, evidence and explanations for this purpose. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്ക്ലോഷറിൽ പറയുന്നത്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻഫർമേഷൻ ഗാതേർഡ് ത്രൂ ദ ഓഡിറ്റ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. എന്തെന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ മുട്ടിപ്പാടി നടക്കരുത്, കോൺഫിഡൻഷ്യൽ ആക്കി വെക്കണം. അതായത് ദ ഇൻഫർമേഷൻ ഷുഡ് നോട്ട് ബി പാസ്ഡ് ഓൺ ടു തേർഡ് പാർട്ടീസ് എക്സെപ്റ്റ് ദി എക്സ്റ്റെൻറ്റ് റിക്വയർഡ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട്. കാര്യമായിട്ടുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കുക, അല്ലാതെ കണ്ടതും പിടിച്ചതും മുഴുവൻ അവിടെയും ഇവിടെയും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഹി ഷുഡ് കെപ്റ്റ് ഓൾ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. ദ നെക്സ്റ്റ് വൺ ഈസ് നോളജ് ആൻഡ് കോമ്പിറ്റൻസ് ആണ് പറയുന്നത്. നോളജ് ആൻഡ് കോമ്പിറ്റൻസിൽ ഉദ്ദേശിക്കുന്നത് this is the ability to carry out professional duty with great knowledge and skill. അതായത് apart from professional qualifications, auditors should have adequate knowledge, skill and training in the art of auditing എന്നാണ് പറയുന്നത്. He may seek an expert or technical opinion or advice where he finds it necessary to conduct the audit. അതായത് ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ വിവരം പോരാന്ന് തോന്നുകയാണെങ്കിൽ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ, ഇപ്പം അസറ്റ് വാല്യൂഷൻ്റെ സമയത്ത് ഇപ്പോൾ ഓഡിറ്ററിന് വാല്യൂ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരുമല്ലോ. അപ്പോൾ ഒരു ഭൂമിൻ്റെ വില തിട്ടപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹി ക്യാൻ ടേക്ക് ദി ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ്. ഓക്കെ, സോ ദ ഇൻഫർമേഷൻ ഷുഡ് നോട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഹി ഷുഡ് ബി thorough with the recent developments in auditing, accounting and legal environment. ഓക്കെ, അതാണ് നോളജ് ആൻഡ് കോമ്പിറ്റൻസ്. വിവരവും വേണം അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു കഴിവ്.
ദെൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് വർക്ക് എന്നാണ് പറയുന്നത്. പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് വർക്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഓഡിറ്റ് വർക്ക് ഇസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതുമാതിരി തോന്നിയ മാതിരി ചെയ്യരുത്. ഈ ഓഡിറ്റിനൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അത് ഓഡിറ്റർ ഷാൾ പ്ലാൻ ഹിസ് വർക്ക്, പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീഡ് വിത്ത് ദ വർക്ക് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ ടൈം. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് വർക്ക് ആയിരിക്കണം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ this is another important principle on auditing. Auditor has to frame his opinion based on evidences collected during the course of his work. These evidences include bills, vouchers, receipts, invoices, bank statement, etc. അപ്പം അയാളുടെ ഒപ്പീനിയൻ ഫ്രെയിം ചെയ്യുമ്പം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്? ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഫുൾ എവിഡൻസ്, പ്രൂഫ് സഹിതമായിരിക്കണം അയാൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷൻ ഓഫ് ദ മെറ്റീരിയൽ എവിഡൻസസ് ആൻഡ് എൻഷുറിങ് ദെയർ ഒത്തൻറ്റിസിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഓഫ് എൻ ഓഡിറ്റർ എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ്. അതായത് കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ in the audit of joint stock companies, auditor must see that proper books of accounts are maintained as per the statutory requirement. കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട് ഏത് രീതിയിൽ കമ്പനീൻ്റെ അക്കൗണ്ട്സ് ഉണ്ടാക്കണം, അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്, അതായത് ജോയിൻറ്റ് സ്റ്റാഫ് കമ്പനീസിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സ് രജിസ്റ്റേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓഡിറ്റർ മസ്റ്റ് കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്സ് ഗവേണിംഗ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്. അതേമാതിരി ദ ഫോം ആൻഡ് കണ്ടൻസ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ഓൾസോ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ എന്നാണ് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന് അതിൻ്റെതായൊരു മാതൃക ഉണ്ട്. ആ റിപ്പോർട്ടും ആ മാതൃകയിൽ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. സോ ദീസ് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ്, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ബൈ ദി ഓഡിറ്റർ വൈൽ കണ്ടക്ടിങ് ദ ഓഡിറ്റ് വർക്ക് ആൻഡ് വൈൽ പ്രിപ്പയറിംഗ് the audit report. Okay, thank you.